സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. എടവണ്ണയിൽ വയനാട് മണ്ഡലം NDA സ്ഥാനാർത്ഥിക്ക് സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുയോഗം നടത്തി. സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി ശബരിമല പ്രക്ഷോഭം നടത്തിയ സമയത്ത് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സുന്ദരി എന്ന ചേച്ചി ആ കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങി കരുതി വെച്ച ഒരു ഷർട്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. പ്രക്ഷോഭത്തിൽ സമരത്തിൽ ഷർട്ട് കീറിയ സമയത്ത് വാങ്ങി വെച്ചതാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തെ കാണാനും കൊടുക്കാനും സാധിച്ചത്. നമ്മളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ക്ഷണിക്കും. സമയം വളരെ അതിക്രമിച്ചു. എല്ലായിടത്തും നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ട് കുറച്ച് സമയം അവരോടെല്ലാം സംസ്കാരിക്കാതെ വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വലിയ വളർച്ചയിലേക്കും വികസനത്തിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അഴിമതികളും അവസാനിപ്പിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാനും ശാക്തീകരിക്കാനുമായി ആയിരം പദ്ധതികളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി എല്ലാവരോടും തുല്യമായ പരിഗണന നൽകി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വൻ ശക്തിയായി നമ്മുടെ നാടിനെ മാറ്റുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷം മോദിജി ഇവിടെ നടത്തിയത്. അതിൻ്റെ പ്രതിഫലനം രാജ്യത്തെല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സീറ്റെങ്കിലും അധികം, 400 സീറ്റെങ്കിലും നേടി NDA സർക്കാർ ഇവിടെ അധികാരത്തിൽ വരും. അതിൽ ആർക്കും തന്നെ സംശയമില്ല. നമ്മുടെ എതിരാളികളായിട്ടുള്ള കോൺഗ്രസിനും LDFനും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെയും UDFന്റെയും ഒക്കെ പ്രസക്തിയെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാവുമ്പോൾ കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അതിവേഗം വികസനം യാഥാർത്ഥ്യമാവും. വയനാടിനെ സംബന്ധിച്ച് വയനാട് ഒട്ടേറെ വികസന പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്, പാവപ്പെട്ടവരുടെ ഒരു മണ്ഡലമാണ്. നല്ല റോഡുകളില്ലാത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത, ആശുപത്രികളില്ലാത്ത, മെഡിക്കൽ കോളേജ് ഇല്ലാത്ത, തീവണ്ടി സർവീസ് ഇല്ലാത്ത, ട്രെയിൻ സൗകര്യം, റെയിൽപാളം ഇല്ലാത്ത, കർഷകർക്ക് പുതിയ പദ്ധതികളൊന്നുമില്ലാത്ത, ഒരൊറ്റ ടൂറിസം സർക്കാർ പ്രോജക്റ്റ് പോലും ഇല്ലാത്ത, ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ഒരു ക്ഷേമ പദ്ധതിയും ഇല്ലാത്ത, ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലവും നമ്മുടെ നാട്ടിലില്ല. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്, വലിയ ഭൂരിപക്ഷം നേടി ഇവിടുന്ന് അധികാരത്തിൽ പോയി. അന്ന് അദ്ദേഹത്തിന് അധികാരം കിട്ടിയത് ഒരു തെറ്റായ പ്രചരണം നമ്മുടെ രാജ്യത്ത് നടന്നതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു, കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും, അത് വയനാട്ടിൽ നിന്നായിരിക്കും, അപ്പോൾ അതുകൊണ്ട് വയനാട്ടുകാർക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ, മാധ്യമങ്ങളും കുറച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചു.
പ്രധാനമന്ത്രി ആവുന്നത് പോയിട്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും കിട്ടിയില്ല. 40ഓളം സീറ്റുകളിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ജയിച്ചത്. ഇത്തവണ അത് പകുതിയായി കുറയുമോ അതല്ല 40 നിലനിർത്തുമോ എന്നുള്ള സംശയം മാത്രമേ കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷം കൊടുത്ത് രാഹുൽ ഗാന്ധിയെ നമ്മൾ ജയിപ്പിച്ചു. എന്താണ് നമ്മുടെ അനുഭവം? ആ മനുഷ്യൻ വയനാടിനെ വഞ്ചിച്ചു, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഒരു കാര്യത്തിനും അദ്ദേഹത്തിനെ കണ്ടില്ല. കഷ്ടകാലത്തൊന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായില്ല, നല്ല കാലത്തും അദ്ദേഹം വന്നില്ല. വയനാട് അദ്ദേഹത്തിന് വല്ലപ്പോഴും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ വല്ലപ്പോഴും വരികയും പോവുകയും ചെയ്യുന്ന ഒരു നാടാണ്. പാവപ്പെട്ടവർക്ക് അദ്ദേഹത്തെ കാണാനാവില്ല, അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടാൻ കഴിയില്ല, അദ്ദേഹത്തിന് തിരിച്ച് പാവപ്പെട്ടവർ പറയുന്ന ഭാഷ എന്താണെന്ന് മനസ്സിലാവില്ല, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് അയാൾക്ക് അറിയില്ല. ഒരു കുടിലിലും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, അവരോടൊപ്പം കഴിഞ്ഞിട്ടില്ല. വലിയ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച, ഇന്ത്യയെ വിലക്കെടുക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ തിരിച്ചു പോകൂ, ഇനി അത് നിങ്ങൾക്ക് എത്ര കാശ് വേണം ഞാൻ തരാമെന്ന് പറഞ്ഞ മോത്തിലാൽ നെഹ്റുവിന്റെ മകന്റെ മകനാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച അദ്ദേഹത്തിന് പാവങ്ങളുടെ വിയർപ്പിന്റെയോ വിശപ്പിന്റെയോ വില അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെ അവഗണിച്ചു. അങ്ങനെ കഴിഞ്ഞ 5 വർഷം നമ്മൾ വിഡ്ഢികളായി. ഇത്തവണ അദ്ദേഹം വീണ്ടും നമ്മളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ 26-ാം തീയതി വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നോ അല്ലെങ്കിൽ റായ്ബറയിൽ നിന്നോ മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മത്സരിക്കുന്നത് തെറ്റായ കാര്യമല്ല, പക്ഷെ രാഹുൽ ഗാന്ധി ഇവിടുത്തെ ജനങ്ങളോട് പറയണം, എനിക്ക് ഉത്തർപ്രദേശിലും മത്സരിക്കണം, എന്റെ പാർട്ടി അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് 26-ാം തീയതി വൈകുന്നേരം വരെ രാഹുൽ ഗാന്ധി അത് മറച്ചു വെക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. രാഹുൽ ഗാന്ധി തുടർച്ചയായി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്തെ LDF ആണ്, അവർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുള്ളത്? കഴിഞ്ഞ തവണ ഒരു സീറ്റും CPI കിട്ടിയിട്ടില്ല, കനൽ ഒരു തരിയാണ് CPM-ന് കിട്ടിയത്. ഇത്തവണയും അവരുടെ സ്ഥിതി അതീവ ദയനീയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം ആളുകളെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതത്തിന്റെ പേരിലൊക്കെ നോക്കിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് കൊണ്ടാണ് ഇത്തരം ദുരിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ഒരു വികസനവും നമ്മുടെ നാട്ടിലെത്താത്തത്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ വഞ്ചിക്കുകയാണ്, അവരെ വെറും വോട്ട് ബാങ്കുകളായിട്ട് കാണുകയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസിനൂടെ എന്ത് കിട്ടും? ആ പാർട്ടിയുടെ കൊടി ഉയർത്താൻ പോലും മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ല. അവർ പറയുന്ന മോദി അവിടെ പ്രചരണ വിഷയമാക്കുന്ന. മോദി പ്രചരണ വിഷയമാക്കുമ്പോൾ അതിന് മറുപടി ഇവിടെ പറയണം. ഞങ്ങളെ ലീഗ് സെക്കുലറാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടിയത്. അത് പറയാനുള്ള ആർജവം രാഹുൽ ഗാന്ധി കാണിക്കണം. അതിന് അദ്ദേഹം കാണിക്കാതെ നിങ്ങൾ കൊടി ഉയർത്തണ്ട എന്നാണ് പറയുന്നത്. സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്, കഴിഞ്ഞിട്ടില്ല, ഇനി 1 മിനിറ്റ് കൂടി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി, ഇടതുപക്ഷം, ഇവർക്ക് നാടകമാണ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ട് ഈ നാടകത്തിനിടയിൽ നമ്മൾ നമ്മുടെ വികസനത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഒരവസരം കിട്ടിയാൽ അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വികസനമുള്ള മണ്ഡലമായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മാറ്റാൻ കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. വെറുതെ പറയുന്നതല്ല, മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. അത് നമ്മൾ കണക്കാക്കണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതിന് നമ്മളെ സമ്മതിദാന അവകാശം അതിനുവേണ്ടി വിനിയോഗിക്കണം എന്ന് മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, വൈകിയ വേളയിലും എന്നെ കാത്തിരുന്ന സഹപ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എത്ര പൈസ? 46 കോടി അക്കൗണ്ടിലേക്ക് വന്നു. 34 ലക്ഷം കോടി രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് നേരെ വന്നിരിക്കുന്നത്. എത്രയാണ്? 34 ലക്ഷം കോടി രൂപ. അതിനകത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ പൈസ നേരെ അക്കൗണ്ടിലേക്ക് വന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പക്ഷേ സർക്കാർ മുടക്കുന്ന 1 രൂപ അതിനകത്ത് വെറും 15 പൈസ മാത്രമേ ജനങ്ങളിൽ എത്തുന്നുള്ളൂ, ബാക്കി 85 പൈസയും ഇടനിലക്കാർ വിഴുങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ മോദി ഇതാ 34 ലക്ഷം കോടി രൂപ നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? 15 പൈസയല്ല, 100% പൈസ എത്തി. അതുകൊണ്ട് ഏതാണ്ട് 29 ലക്ഷം കോടി രൂപ ഇടനിലക്കാർ വിഴുങ്ങേണ്ട പൈസ ഇതാ നേരെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു. വീടുകള് 4 കോടി വീടുകളാണ് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്.
ഇനി ഇതാ നമ്മുടെ പുതിയ മാനിഫെസ്റ്റോയിൽ പറയുന്നു, അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ 5 കോടി വീടുകൾ ഇനിയും ഉണ്ടാക്കും. അപ്പോൾ മൊത്തം 9 കോടി വീടുകൾ ഉണ്ടാക്കും. നമ്മുടെ പാചകവാതകം, നമ്മളറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഒരു വീടെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിന്റെ പകുതി പോലും കാണൂല. അവിടെയാണ് പാചകം ചെയ്യുന്നതും കിടന്നുറങ്ങുന്നതും കുട്ടികൾ പഠിക്കുന്നതും എല്ലാം അവിടെയാണ്. ഞാനവിടെ പ്രവർത്തിച്ച ആളായതുകൊണ്ട് അറിയാം. അതിനകത്ത് പാചകം എങ്ങനെ ചെയ്യുന്നത്, ഒന്നെങ്കിൽ വിറക് കൊണ്ട് അല്ലെങ്കിൽ ചാണകം കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഈ പുക മുഴുവൻ വന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളും സ്ത്രീകളും ക്യാൻസർ പിടിച്ച് മരിച്ചു പോകുന്നു. മോദി പറഞ്ഞു ഇവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. എന്താ ചെയ്തത്? 12 കോടി പാചകവാതക കണക്ഷനുകൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ആയുഷ്മാൻ ഭാരത്, പാവപ്പെട്ടവർക്ക് നല്ലൊരു പ്രൈവറ്റ് ആശുപത്രി പോകാൻ പറ്റുമായിരുന്നു. മോദി പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും നല്ല ആശുപത്രിയിൽ പോകാൻ ഞാൻ 5 ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് പറഞ്ഞു. 12 കോടി ആൾക്കാർക്ക് ആയുഷ്മാൻ ഭാരത് ഇതാ സഹായം കിട്ടിയിരിക്കുന്നു. നമ്മൾ പറയുന്നു ഓ കേരളത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. ആയുഷ്മാൻ ഭാരതിന്റെ കഥ എടുത്തോളൂ. ഇന്ത്യയിൽ 12 കോടി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സഹായം കിട്ടിയിരിക്കുന്നതിൽ കേരളം എവിടെയാണെന്നറിയോ? നമ്മൾ 4ാം സ്ഥാനത്താണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആയുഷ്മാൻ ഭാരതില് സഹായം കിട്ടിയിരിക്കുന്നു. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.